അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഈ കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെതിരെ ഉള്ള ലൈംഗികാതിക്രമ കേസിൽ അല്ലെ നടിയെ ആക്രമിച്ച ഈ കേസിൽ വിധി വരുന്നത്. ദിലീപിനെ വെറുതെ വിട്ടതിൽ ഒരു ജനരോഷം ഇപ്പോഴും ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചലച്ചിത്ര സംവിധായകനായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കൂടെ ഒരു ചലച്ചിത്ര പ്രവർത്തക ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ശക്തമായ അന്വേഷണം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു മുൻ MLA കൂടെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ലല്ലോ, അയാൾ CPM-ന്റെ MLA അല്ലേ, CPM-ന്റെ മുൻ MLA അല്ലേ, CPM-ന്റെ നോമിനി ആയിട്ടാണല്ലോ ചലച്ചിത്ര അക്കാദമിയിൽ അയാൾ ഉണ്ടായിരുന്നത്. CPM-ന്റെ പരിണിതപ്രജ്ഞനായ നേതാവാണല്ലോ ആ സ്ഥലത്തെ. ഇപ്പൊ CPM നേതാവാണ്. മുൻ ചലച്ചിത്ര പ്രവർത്തകനെന്നോ സംവിധായകനെന്നൊന്നും പറഞ്ഞ അയാളെ ഒരു ചെറിയ മാർജിനിലേക്ക്, ഒരു ബ്രാക്കറ്റിലേക്ക് ഒതുക്കി കിട്ടുന്നത് ശരിയല്ല. അയാൾ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ MLA ആണ്. CPM-ന്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമിയിലും മറ്റുള്ള മേഖലകളിലും വന്നിട്ടുള്ള ആളാണ്. നോക്കൂ, സർക്കാരിന്റെ അധികാരം പിൻപറ്റി കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, അതിന്റെ അധികാരം എങ്ങനെയാണ് ശ്രീപീഡകർ ഉപയോഗിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയിൽ അയാളെ നോമിനേറ്റ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ IFFK-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയാളെ വെക്കുന്നു. അപ്പൊ അവിടെ ഒരു സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകയ്ക്ക്, സിനിമ പ്രവർത്തകയ്ക്ക് അവരുടെ സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും അവാർഡോ മറ്റുള്ള കാര്യങ്ങളോ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ പ്രൊഡേറ്റർമാരുടെ മുമ്പിൽ വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ അത് ആരാണ് ഉണ്ടാക്കുന്നത്? അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം അവർ നോമിനേറ്റ് ചെയ്തവരാണല്ലോ ഈ സെക്ഷൽ പ്രൊഡേറ്റേഴ്സായി അവിടെ മാറുന്നത്. അപ്പോ CPM-ന് എന്താണ് ഈ കാര്യത്തിൽ മാത്രം വലിയ നയമില്ലാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വലിയ വാശിയോടും വീറോടും കൂടി സംസാരിച്ചിരുന്നവരെ പലരെയും ഇപ്പോ കാണുന്നില്ല. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ഇന്ന് മുഖ്യമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും സംസാരിച്ചിരുന്ന പല വിഷയങ്ങളിൽ നിന്നും തെന്നിമാറി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു നീതിയും കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ മറ്റൊരു നീതിയും എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ കാര്യത്തിലും ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതമാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. ഞങ്ങളതുകൊണ്ടാണ് ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ മാറ്റി നിർത്തിയത്. അയാൾ അന്വേഷണം നേരിടട്ടെ എന്ന് തീരുമാനിക്കുന്നത്. CPM അത് ചെയ്യുന്നുണ്ടോ? തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ലല്ലോ. CPM തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, മാറ്റി നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, CPM-ന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവിധ അധികാരത്തിന്റെ എല്ലാവിധ സുഖശീലങ്ങളെയും ഇവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് CPM തണലിൽ അദ്ദേഹം വളർന്നു വന്ന ആളാണ്. CPM തണലിലാണ് നിലവിൽ ഉള്ളതും. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസ് ഏറ്റുവായിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിഷയത്തിൽ എന്തായാലും നമുക്കറിയാം, നേരത്തെ ഈ മുകേഷിന്റെ വിഷയമടക്കം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ വിഷയവും തേഞ്ഞുമാഞ്ഞു പോകുമെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണോ താങ്കൾക്കുള്ളത്? കാരണം ഈ ഒരു വിഷയത്തിൽ CPM ഒരു നിലപാട് കൂടെ സ്വീകരിക്കില്ല എന്ന് തന്നെ കരുതുന്നുണ്ടോ? തീർച്ചയായും മുകേഷിന്റെ വിഷയത്തിൽ എങ്ങനെയാണോ ഇവർ ഇടപെട്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഈ വിഷയത്തിലും ഇവർ ഇടപെടുമെന്നതിൽ സംശയം വേണ്ട. CPM-ന്റെ എല്ലാവിധ പിന്തുണയും, കാര്യം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ CPM-ന്റെ പിന്തുണയിലുള്ളവരാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് CPM-ന്റെ ഈ പറയുന്ന ആളുടെ പിന്തുണ ഇല്ലാതെ ഭാവിയിലേക്ക് അവരുടെ സിനിമകൾ പ്രദർശിപ്പിക്കാനോ മുമ്പോട്ട് പോകാനോ സാധിക്കില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ നാളത്തെ അതിജീവനത്തെ മുമ്പോട്ട് പോകലിനെ ഇത് ബാധിക്കും. അപ്പോ ഈ ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആൾക്ക് സ്വമേധയാ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ അവർക്ക് സിനിമാ ലോകം വിട്ടുപോകേണ്ടി വരും. അത്രമാത്രം വലിയൊരു കോക്കസ്, അത്രമാത്രം വലിയൊരു നെക്സസ് ആണ് CPM എല്ലാ മേഖലയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും അതുണ്ട്. ഇപ്പൊ കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി പിൻവലിച്ചില്ലെങ്കിൽ അവരുടെ സിനിമകൾ നാളുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സൈലന്റ് ഹരാവോ ഈ മേഖലയിൽ ഉണ്ടാവും. അത് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കാണാറുണ്ട്. അതായത് എല്ലാ മേഖലകളിലും CPM-ന്റെ ഒരു റൂട്ട് പെനിട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലത്ത്. അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്കെതിരായി സംസാരിക്കുന്ന ആരാണോ അവരെ എല്ലാം മാർജിനലൈസ് ചെയ്യുന്ന, സൈഡ് ലൈൻ ചെയ്യുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുക. അപ്പൊ ഈ പരാതിയിൽ ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്ന അതിജീവിതം ഉണ്ടല്ലോ, ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല അവർക്ക് കൂടുതൽ ദൂരം ഈ പരാതിയുമായി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് ഞാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ വസന്ത് സിറിയക്ക് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.